അസ്സലാമലൈക്കും. റേഷൻ കടയിലെ അരി ആർക്കും ചോറ് കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അതൊരിക്കലും നമ്മൾ നാശാക്കി കളയണ്ട. ഇതുപോലെ നല്ല ക്രിസ്പി ദോശയും ഇഡലിയും നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റായിട്ടും സ്പോഞ്ച് പോലത്തെ ഇഡലി. അപ്പം ഞാൻ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാറാണ് പതിവ്. നമ്മൾ ഇവിടുന്ന് ചെല്ലുമ്പോൾ അധികം നമ്മളവിടെ കുക്ക് ചെയ്യാറില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പച്ചരിയും പുഴുങ്ങല്ലരിയും കിട്ടിയപ്പോൾ ഞാനത് ഇങ്ങോട്ട് കൊണ്ടുവന്ന്. അപ്പം അതിനിടയ്ക്ക് നമുക്ക് റമദാനൊക്കെ വന്നതുകൊണ്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങളൊക്കെ ആദ്യം ഇതുപോലെ അരി കിട്ടുമ്പോൾ കഴുകി മില്ലിൽ കൊടുത്തയച്ച് പൊടിപ്പിച്ച് വെക്കാറാണ് പതിവ്. ഇതേപോലെ പകുതി പച്ചരിയും പകുതി പുഴുക്കല്ലരിയും കൂടിയിട്ട് നമ്മൾ കഴുകി പൊടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഡലിക്കും ദോശക്കൊക്കെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഉഴുന്ന് മാത്രമേ നമ്മൾ വെള്ളത്തിലിട്ട് അരച്ചെടുക്കാറുള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള ഇഡലി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ. ഇനി നമുക്ക് ഉണക്കമുളക് 2 കുറച്ച് ഉലുവ കൂടെ ഞാനിതിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 അരിയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ സമാസമം ആണ് നമ്മൾ ഈ ഒരു അരി എടുത്തിട്ടുള്ളത്. അപ്പം മിക്ക ആൾക്കാർക്കും റേഷൻ അരി ചോറ് കഴിക്കാൻ അധികം ഇഷ്ടമില്ലാത്തവരാണ്. ചിലരൊക്കെ കുഴപ്പമില്ലാതെ കഴിക്കും, ചിലർക്കൊന്നും അതിൻ്റെ ആ ഒരു സ്മെല്ല് ഇഷ്ടമല്ല. അപ്പം നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് മാറി മാറി പല പലഹാരങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഒരു മുളകും ഉലുവയും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 8 മണിക്കൂറെങ്കിലും നമ്മളിത് നന്നായിട്ടൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇവിടെ തണുപ്പ് സീസൺ ആയതുകൊണ്ട് ഞാനിത് പുറത്ത് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്, ഫ്രിഡ്ജിലേക്കൊന്നും വെച്ച് കൊടുക്കുന്നില്ല. ഇനി ഇതേ ഒരു പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഉഴുന്ന് എടുക്കുന്നത്. അപ്പോൾ ഇത്ര ഉഴുന്ന് ഇതിലേക്ക് വേണ്ട. ഇതിൻ്റെ ഒരു 1/4 ഭാഗം ഞാൻ ഈ അരിയിലേക്ക് അരക്കാനായിട്ട് എടുക്കുന്നുണ്ട്. ബാക്കി കുറച്ച് ഞാൻ വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് വേണ്ട, ഒരു 1/4 ഭാഗം നമ്മൾ എടുക്കണം. അപ്പോൾ നമ്മൾ എപ്പോഴും ഇഡലിക്കും ദോശക്കൊക്കെ അരി അരക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ഉഴുന്ന് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്, നന്നായിട്ട് പൊങ്ങി വരാനായിട്ട്. അപ്പോൾ അത് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതും കഴുകി ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ നമ്മൾ ഒരിക്കലും ഇത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ ചൂടുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഒന്ന് കുറച്ച് നേരം ഒരു 2 മണിക്കൂർ നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മളുടെ ഈ ഒരു ഉഴുന്ന് നമുക്ക് അരക്കുമ്പോൾ ചൂടാവാതിരിക്കാനാണ്. അപ്പോൾ അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാനിതൊരു 7 മണിക്കൂർ ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഈ ഒരു മുളകോട് കൂടി തന്നെയാണ് നമ്മൾ ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ അരച്ചെടുത്ത് ഇഡലി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മളുടെ ഇഡലിക്ക് നല്ലൊരു ചെറിയ എരിവൊക്കെ ആയിട്ട് നമുക്ക് കറി ഇല്ലെങ്കിലും ഈ ഇഡലി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല എരിവുള്ള മുളകാണ് ഇത് 2 ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മുളകും ഇതിലത്തെ വെള്ളവും കൂടി മാത്രമാണ് നമ്മൾ ചേർത്തിട്ട് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഉഴുന്നരക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചപ്പോൾ നമ്മളുടെ വീഡിയോ ഓഫായിപ്പോയി. അപ്പോൾ ഉഴുന്നാണ് ഞാൻ ആദ്യം അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ അരി അരച്ചതാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ഇത് അരച്ചിട്ടില്ല, ഒരു 1/4 ഭാഗം മാത്രമേ നമ്മൾ ഈ ഒരു അരി അരച്ചിട്ടുള്ളൂ. അപ്പോൾ ഇഡലിക്ക് നമ്മൾ എപ്പോഴും അരക്കുമ്പോഴും ഫൈനായിട്ട് അരക്കാറില്ല. അപ്പോൾ ഒരു 1/4 ഭാഗം നമ്മളിത് അരച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കി കൂടെ അരി നമ്മൾ അരച്ചതിലേക്ക് ഒരു കയ്യിൽ ചോറ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു കയ്യിലാണ് ഞാൻ ചോറിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, നമ്മുടെ മട്ടരി ചോറാണ്. അപ്പോൾ ഒരു കയ്യിൽ ഫുള്ളായിട്ട് ചോറിട്ട് കൊടുത്തിട്ട് അതുകൂടെ ചേർത്ത് അരച്ച് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാവ് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ മിക്സിയുടെ ജാറ് കഴുകി കുറച്ചുകൂടെ വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് കൈ വെച്ച് ഇത് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് നമ്മളുടെ മാവ് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ കൈ വെച്ച് നമ്മളിത് കുഴച്ച് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് കുഴച്ച് കൊടുക്കുമ്പോൾ പോവും പുറത്തേക്ക്. അപ്പോൾ ഞാനൊരു കയ്യിൽ വെച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ മാത്രം നമുക്ക് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഞാനൊരു 3 പാത്രത്തിലേക്കായിട്ടാണ് മാറ്റി വെക്കുന്നത്.
ഇതേപോലെ 3 പാത്രങ്ങളിലാക്കിയിട്ടാണ് മാറ്റി വെക്കുന്നത്. ഒരാഴ്ചത്തേക്കുള്ള മാവാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഒരു കേടും വരില്ല. നമ്മൾ ഇതേപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും സൂക്ഷിക്കാം. നന്നായിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ചാൽ മതി. പിറ്റേ ദിവസമാണ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നത്. പിറ്റേ ദിവസം നമ്മൾ മാവ് എടുത്ത് നോക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇഡലിക്കായാലും ദോശക്കായാലും ഒരിക്കലും കട്ടിയാവാതെയും നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും. അതുപോലെ ചിലർ പറയണേക്കാം ഇഡലിക്ക് എത്ര മാവ് എങ്ങനെ അരച്ച് വെച്ചാലും പൊങ്ങി വരാറില്ല എന്ന്. അപ്പോൾ ഇതേ ഒരു രൂപത്തിൽ നിങ്ങൾ ഈ ഒരു കണക്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം നല്ല പതപതാന്നുള്ള നമ്മുടെ ഇഡ്ഡലി മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുട്ടിനായാലും നമുക്ക് ഇതേപോലെ ഒരു 8 മണിക്കൂറൊക്കെ കുതിർത്തി വാറ്റി വെച്ച ശേഷം നമുക്കൊന്ന് ഗ്രൈൻഡറിൽ അടിച്ചെടുക്കുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് നല്ല സോഫ്റ്റ് പുട്ടും ഉണ്ടാക്കാം. അപ്പോൾ ഒരുപാട് പൊടിയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള പുട്ടും ഉണ്ടാക്കാം. അപ്പോൾ അതേപോലെ ദോശ, പത്തൽ എല്ലാം ഉണ്ടാക്കാം നമുക്ക് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ മിക്കവാറും റേഷനരി വാങ്ങിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ എടുക്കാറില്ല. അത് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാറാണ് പതിവ്. ഇപ്രാവശ്യം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇങ്ങനെ മൈൻഡിലുണ്ടായിരുന്നു പൊടിച്ചിട്ട് പുട്ടുണ്ടാക്കാനായിട്ട്. പുട്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ നമ്മളുടെ ഇഡലി മാവ് ഒഴിച്ച് കൊടുത്ത് ഇത് വെന്ത് പൊന്തി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സോഫ്റ്റും അതുപോലെ നല്ല പഞ്ഞി പോലത്തെ ഇഡലിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ കാണാം നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ഇഡലിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഉണ്ടാക്കിയെടുക്കാത്തവരൊക്കെ ഇതുപോലെ റേഷനരിയൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേറൊരു അരിയുടെയും ആവശ്യമില്ല. ചിലർ പറയണേക്കാം ഇഡലി അരി തന്നെ വേണമെന്ന്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇൻഷാ അല്ലാഹ് ഇനി വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം.